കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഫിറോസ് ഉണ്ടെങ്കിൽ ഒരു ഓഡിയോ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റിയും അതോടെ തന്നെ സജിനയും സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അത് കണക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇത് കണക്ക് സജിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ 9 വീക്കായെന്നൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇത് കണക്ക് അത് തൻ്റെ അല്ല, ഇത് കണക്ക് താൻ അറിയാതെ ആരൊക്കെ ഇത് കണക്ക് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് ഇട്ടാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് സജിന അതിന് വിശദീകരണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഫിറോസ് വിട്ട ഓഡിയോയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും സജിന പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു സജിനയുടെ. അതിനകത്തുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പേര് ഇത് കണക്ക് ഞങ്ങൾ വേർപിരിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ ഒരു കുടുംബം നശിപ്പിച്ചു, ഇത് കണക്ക് റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യയുടെ ആയിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. എനിക്കുണ്ടെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെട്ടതുള്ളത് തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാനുണ്ടെങ്കിൽ ആരെയും ചീറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാരുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണിപ്പോൾ ആരോ എടുത്ത ഒരാൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തിട്ട് ഇതിനകത്തുള്ള പോസ്റ്റും കാര്യങ്ങളും ഇട്ടേക്കുവാണ്. അവരാരാന്നുള്ളൊരു കാര്യം എനിക്കറിയാം. എന്നിരുന്നാലും ശരി, ഇത് കൂടുതലൊന്നും കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ല. അവരെ പോലെ എനിക്കുണ്ടെങ്കിൽ തരം താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നത്.